കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്തു തരും, ഞാനവനെ കാണിച്ചു തരാം എന്ന് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് യൂദാ ഇസ്കറിയാത്താവ് ചോദിക്കുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 26-ാം അധ്യായം 15-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വാട്ട് വിൽ യു ഗീവ് മീ ഇഫ് ഐ ഡെലിവർ ഹിം ഓവർ ടു യു? യൂദാ ഒരു ഒറ്റുകാരനും ചതിയനുമൊക്കെ ആയിരിക്കാം. നമ്മൾ അങ്ങനെ ചിത്രീകരിക്കുന്നുമുണ്ട്. യൂദാ 30 വെള്ളിക്കാശിന് ഒരു അടിമയുടെ വിലയ്ക്ക് തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിത സാഹചര്യങ്ങളിൽ ക്രിസ്തുവിനെ എത്രയോ വെള്ളിക്കാശിന് നാം ഒറ്റിക്കൊടുക്കുന്നുണ്ട് എന്നാലോചിക്കുക. 30 വെള്ളിക്കാശിൻ്റെ സ്ഥാനത്ത് നമുക്ക് വിലയേറിയതെന്ന് കരുതുന്ന, നമുക്ക് സൗകര്യമെന്ന് കരുതുന്ന, നമുക്ക് അനുകൂലമെന്ന് കരുതുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കംഫർട്ടിന് വേണ്ടി, നമ്മുടെ സുഖത്തിനും സൗകര്യത്തിനും സമയത്തിനും വേണ്ടി നമ്മുടെ ആരാധനകളിലും നമ്മുടെ ദേവാലയ പോക്കിലും ദേവാലയത്തോട് ചേർന്നുള്ള പ്രവർത്തനങ്ങളിലും നമ്മുടെ വിശ്വാസ കാര്യങ്ങളുമൊക്കെ നാം കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ? വെൻ വി കോംപ്രമൈസ് ഫെയ്ത്ത് ഫോർ കംഫർട്ട്, നമ്മൾ അനുസരണം കാണിക്കാതെ ഇരിക്കുമ്പോൾ ദൈവത്തോടുള്ള കൽപ്പനകളിലും നോമ്പ് ഉപവാസങ്ങളിലും ദേവാലയ കാര്യങ്ങളിലുമൊക്കെ നാം വ്യതിചലിക്കുമ്പോൾ, നാം പാപത്തിന് പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും ചിന്തകളിലും ഏർപ്പെടുമ്പോൾ, when we choose sin over obedience, നാം ക്രിസ്തുവിനെ 30 വെള്ളിക്കാശിന് വിൽക്കുന്ന യൂദയ്ക്ക് സമമായി തീരുകയായിരുന്നില്ലേ? when we remain silent when we should stand for truth, നാം സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളേണ്ട സമയത്ത് നാം നിശബ്ദരായി മിണ്ടാതിരുന്നപ്പോൾ നമ്മൾ 30 വെള്ളിക്കാശിന് ഡീൽ ഉറപ്പിച്ച യൂദയുടെ കൂട്ട് മിണ്ടാതിരിക്കുകയായിരുന്നില്ലേ? അതുകൊണ്ട് ഈ കഷ്ടാനുഭ ആഴ്ചയിൽ നാം അവൻ്റെ കഷ്ടങ്ങളെ, അവൻ്റെ മുറിവുകളെ ധ്യാനിക്കുമ്പോൾ നാം തീർച്ചയായും ഓർത്തെടുക്കേണ്ടത് നാം എത്രയോ തവണ ക്രിസ്തുവിനെ ഒറ്റുകൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ക്രിസ്തുവെങ്കിലേക്ക് തിരിച്ചു വരാം. എല്ലാറ്റിനേക്കാൾ വലിയതായി ക്രിസ്തുവായിരിക്കട്ടെ നമുക്ക് വിലയേറിയത്. നമ്മൾക്ക് എന്ത് തരും എന്നുള്ളതിനേക്കാൾ നമുക്ക് ക്രിസ്തുവിനെയാണ് വേണ്ടത് എന്ന് മറക്കാതിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.